ലക്ഷം തിരുവനന്തപുരക്കാർക്ക് ബോളി വിളമ്പുന്ന തിരുവോണത്തിന് ഏറ്റവും അധികം തിരക്കുള്ള തിരുവനന്തപുരത്തുള്ള ഒരു അടുക്കളയിലാണ് ഞാൻ എന്നുള്ളത് കേട്ടോ. ഈ വെളുപ്പംകാലത്ത് ഇവിടെ പായസം ബോളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ തിരുവോണത്തിന് സദ്യയോടൊപ്പം കഴിക്കാനായിട്ട്. ഹലോ ഗൈസ്, കാർത്തികാണ്. കൂടെയുള്ളത് മഹേഷ് ഏട്ടനാണ്. മഹേഷ് ഏട്ടൻ ഇന്ന് എയറിലാവും അല്ലേ? തീർച്ചയായിട്ടും. ഹലോ മഹേഷ് ഏട്ടാ, എന്താണ് തിരുവോണമായിട്ട്? തിരുവോണമായിട്ട് ഇത് എല്ലാവർക്കും വിളമ്പാനുള്ള പായസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇതിനോടൊപ്പം എത്ര ബോളി ഉണ്ടാക്കി? ഇപ്പോൾ ഇതുവരെ ഏകദേശം 45,000 50,000-ഓളം ബോളി ആയി. 1,00,000-ഓളം ബോളി ആയി ഏകദേശം. ഇന്ന് തിരുവോണമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിരുവോണം വൈകുന്നേരമായിരിക്കും. ഞാൻ രാവിലെ എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന ബോളി അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ആരാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. മഹേഷ് ഏട്ടൻ ശരിക്കും ബോളിയിലും പാൽപ്പായസത്തിലും അല്ല അംബീസ് കിച്ചൺ തുടങ്ങുന്നത്. അച്ചാറല്ലായിരുന്നു ആദ്യത്തെ? തീർച്ചയായും. അച്ചാറിൽ നിന്ന് എങ്ങനെയാ പായസത്തിലേക്കും ബോളിയിലോട്ട് എത്തി? തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഓണ സമയത്തായിരുന്നു. ഓക്കെ. സോ അച്ചാറ് വിളമ്പിക്കൊണ്ടിരുമ്പോൾ ഒരുപാട് പേര് പായസം ചെയ്യുന്നുണ്ടെന്ന് 1-2 ചോദ്യങ്ങൾ വന്നു. ഓക്കെ, ശരി, എന്നാൽ നമുക്കറിയാവുന്ന പാലട പായസത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. തുടങ്ങിയ ഉടനെ തന്നെ അതിന് നല്ല ആൾക്കാരുടെ നല്ല അഭിപ്രായം വന്നു തുടങ്ങി. ഓക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് പായസം പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് ബോളി മസ്റ്റായിട്ട് വേണമെന്ന് മനസ്സിലാക്കി. അറിയാവുന്ന രീതിക്ക് ബോളിയും ചെയ്തു തുടങ്ങി. അത് ഞാൻ എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു. 10-12 ബോളിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. വീട്ടിലെ ചെറിയ ദോശക്കല്ല്. അത് എൻ്റെ ഭാര്യ പറയാതിരിക്കാൻ മേല വളരെ ഭംഗിയായിട്ട് എന്നെ കയ്യിലെടുക്കുകയും ഇപ്പം അവളുടെ കീഴിൽ 3 അസിസ്റ്റൻസ് വർക്ക് ചെയ്യുകയും ചെയ്യും. കാർത്തികിന് അവിടെ കാണാം. പാവ ചേച്ചി അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. തീർച്ചയായും ഈ മനുഷ്യൻ എനിക്ക് ചെമ്പിൻ്റെ അടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് പണിയെടുത്തുകൊണ്ട് മാത്രമേ നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം തിരുവോണ ദിവസമാണെന്ന്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിരുവോണ സദ്യയൊക്കെ കഴിച്ച് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു 1,00,000-ഓളം ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ ഇതിനോടകം ബോളി കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളെ കഴിച്ച ബോളി ഇല്ലേ, ശരിക്കും ഉണ്ടായത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ബോളിയുടെ വിശേഷത്തിലോട്ട് കിടക്കട്ടെ ഞാൻ. തീർച്ചയായും. ഓക്കെ. അപ്പം അവിടെ ചേച്ചി ബോളി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചൂടാണ് ചേച്ചി, ഇതിപ്പോ എത്രാമത്തെ സെറ്റ് ബോളിയാണ്? ഇതിപ്പം ഉത്രാടം വരെ ഏകദേശം ഒരു 19,000-ഓളം ബോളി ആയി. തിരുവോണത്തിന് നമുക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. മാക്സിമം നമ്മൾ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മാക്സിമം എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യും. നമ്മൾ വെളുപ്പിന് തുടങ്ങുന്നതാണ്. വെളുപ്പിന് തൊട്ട് രാത്രി വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഈ ഓണ സീസൺ ആയതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോളി സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ തട്ടൊക്കെ നല്ല ചൂടുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി അതോടെ വെച്ചോ, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പാക്കറ്റിലെ ബോളി ഇവർ ഓണം സമയത്ത് മാത്രം എന്താ പറയുക വിൽപ്പന നടത്തുന്ന ഒരു സംഭവമല്ല കേട്ടോ. വർഷത്തിൽ 365 ദിവസവും ട്രിവാൻഡ്രത്ത് മണക്കാടുള്ള അംബീസ് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോളി എന്താണെന്ന് മനസ്സിലാക്കാം. ശരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ ഒരു ഡിഷ് ഭയങ്കര ലൈവായിട്ടിരിക്കുന്നത്. ഇറ്റലി, ജർമ്മനി, അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിലും പല ടൈപ്പ് ഡെസേർട്ട്സ് ഉള്ളതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമുള്ളൊരു സ്പെഷ്യൽ സാധനമാണ് ഈ സംഭവം. ഇതിൻ്റെ ഡിമാൻഡ് ചെറുതൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു ഒറ്റ കിച്ചണിൽ നിന്ന് മാത്രം 1,00,000-ഓളം ബോളി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് എനിക്കൊന്ന് ലൈവായിട്ട് ഒരു 3-4 സ്ഥലങ്ങൾ മാത്രമാണ് ബോളി ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ബോളി ഈ ഒരു ജില്ലയിൽ ഈ ഒരു സമയത്ത് സെയിലാവുന്നുണ്ട്. ഇത്രയും ബോളി ഉണ്ടാക്കിയിട്ട് പോലും തിരുവനന്തപുരത്തെ പകുതി ആൾക്കാരിൽ പോലും ബോളി കിട്ടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പരാതിയും കൂടി ഇതിൽ പറയാനുണ്ടാവും. അതെ, നമ്മുടെ കമന്റ് ബോക്സിനകത്ത് പ്രതീക്ഷിക്കാം. നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് വ്യാപകമായ ഒരു പരാതി കേട്ടോ. അതിപ്പോ കാർത്തികിന് നമ്മുടെ കിച്ചണിൽ വന്നപ്പോൾ മനസ്സിലായി. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും എത്തിക്കാൻ പറ്റുന്നുള്ള വാസ്തവമുണ്ട്. സങ്കടമുണ്ട്. കാരണം ഇവിടെ ചേട്ടനായാലും ചേച്ചിയിലും മറ്റേ മുതലാളി കളിച്ച് നിൽക്കില്ല. അവർ എന്താ പറയുക, അവർ തൊഴിലാളികളെ പോലെ കഷ്ടപ്പെടുകയാണ് അല്ലേ? എന്നിട്ട് ഈ പാവപ്പെട്ട എനിക്ക് ഈ തിരക്കുള്ള ദിവസം വ്ളോഗ് ചെയ്യാനുള്ള പെർമിഷൻ തന്നു. ആ വലിയ മനസ്സ് ഞാൻ കാണാതെ പോകില്ല. വീഡിയോ കഴിഞ്ഞിറങ്ങുമ്പം എത്ര പാക്കറ്റ് ബോൾ എനിക്ക് കിട്ടുമെന്നാണ്. ഈ കാണുന്ന മഞ്ഞ ബോള് മൈദ മാവില് ചെയ്തേക്കുന്നതാണ് കേട്ടോ. മൈദ മാവില് ആ മഞ്ഞ കളർ കിട്ടിയതിൻ്റെ കാരണം മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, ഞാൻ ഈ വിഷ്വൽസ് ഒന്നും കളർ ഗ്രേഡ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ആ മൈദക്കകത്ത് മറ്റെന്തൊരു സംഭവം വെച്ച് അതിന് ഒരു ഒറ്റ ബോളാക്കുകയാണ്. ആ ഒരു എന്താ പറയുക, ലൈക്ക് ഒരു ബ്രൗൺ കളറിലുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ കടലമാവാണ്.
ആ കടലമാവിൽ പഞ്ചാര അല്ലെങ്കിൽ ശർക്കര മധുരത്തിനായിട്ട് ചേരാറുണ്ട്. അതിൽ തന്നെ ഏലക്ക അല്ലെങ്കിൽ ജാതിക്ക, ഇവർ ജാതിക്കയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എസൻസിന് വേണ്ടിയിട്ട് ജാതിക്കായ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം നോർമലി ഈ ബോളിയുടെ മേക്കിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. കാരണം 2 ബോളെടുത്ത് ഉരുട്ടുന്നു, ഒറ്റ ബോളാക്കുന്നു, അതിന് ഈ പറയുന്ന പോലെ മാവിൽ വെച്ച് പരത്തി ചുട്ടെടുക്കുന്നു. പക്ഷേ ലാർജ് സ്കെയിലിൽ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ആ ഒരു കിച്ചൺ ടീം അനുഭവിക്കുന്നൊരു പ്രഷറുണ്ട്. കാരണം അവർക്ക് ഇത്ര ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു കിച്ചൺ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ചൂടാണ്, കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല നെയ്യുടെയൊക്കെ മണമാണ്. ഈ ബോളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ് ബോളിയാണ് കേട്ടോ. ഇത് ഗീ ബോളി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ആ ഒരു സംഭവം ശരിക്കും ടോസ്റ്റ് ചെയ്ത് ഈ ഗീ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കോരി മേടിച്ചങ്ങ് വയ്ക്കുക. അതിന് മടക്കുന്നുണ്ടല്ലേ, ഒരൊറ്റ കമ്പിൽ കോരി ഈ ഇങ്ങനെ രസമായിട്ടങ്ങ് മടക്കി വയ്ക്കും. 50,000 ബോളിയുടെ മേക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ആൻഡ് ഈ സംഭവം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് തിരുവോണമായിട്ട് ഒരുപാട് ആൾക്കാരുടെ വീട്ടിലോട്ട് എത്തുന്ന ബോളിയുടെ പാക്കിംഗ് ഒക്കെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് കാണുന്ന പോലെ സിമ്പിൾ അല്ല കേട്ടോ. ഈ ചൂട് ആറുന്ന അനുസരിച്ച് പാക്ക് ചെയ്ത് വെക്കും. ചേച്ചി, ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഈ ബോളിക്ക് മഞ്ഞ കളർ അത് ആർട്ടിഫിഷ്യൽ കളർ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേരോ എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. അപ്പം ചേച്ചിക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഇത് നമ്മൾ കളറിന് ബോളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ കളറിലാണ് എല്ലാവരും കണ്ടേക്കണത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിഷാംശം വലിച്ചെടുക്കുന്നതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മിക്സ് കോട്ടിങ് തയ്യാറാക്കുന്നത്. പിന്നെ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിൽ കുറച്ച് ജാതിക്കയും അങ്ങനെയുള്ള വേറെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കുന്നില്ല. നാച്ചുറലായിട്ട് തന്നെയാണ് നമ്മൾ ബോളി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഗീ ബോളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോർമൽ ബോളിയില്ല, ഗീ ബോളി നല്ലോണം നെയ്യ് ഒഴിച്ച് തന്നെയാണ് നമ്മൾ ബോളി ഉണ്ടാക്കുന്നത്. നമുക്ക് വന്ന ഓർഡർ ഏകദേശം പറയുകയാണെങ്കിൽ പാൽപ്പായസം നമുക്ക് വന്നേക്കുന്ന ഒരു 100-110 ലിറ്ററാണ്. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു 450-500 ലിറ്റർ പായസം കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ പാലട ആണെങ്കിൽ ഞങ്ങൾക്ക് വന്നേക്കുന്ന ഏകദേശം ഒരു 90-100 ലിറ്ററിനടുത്താണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു 450 ലിറ്റർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കടലയും അടയും ഏകദേശം ഇതുപോലെ 60-70 ലിറ്ററാണ് ഡെലിവറി ആയിട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ ഡെലിവറി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഷോപ്പിൽ വന്ന് വാങ്ങുന്നവർ ഞങ്ങൾക്ക് അറിയത്തില്ല എത്രത്തോളം കാണുമെന്ന്. അതും ഏകദേശം ഒരു 200 ലിറ്ററോളം കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയില്ല നമുക്കിത് എത്ര മണി വരെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയാണ്. ഇവരിതാ ഇപ്പോൾ അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി ഇതിൽ നിന്ന് മാറ്റേണ്ടത് ഈ പാൽപ്പായസമാണ്. ബാക്കി ആ ബോളിയുടെ രണ്ടാമത്തെ സെറ്റിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ ഈ പറയുന്ന പോലെ ഡെലിവറിക്കുള്ള കാര്യങ്ങൾ ഇപ്പം ബോളി ആയിക്കോട്ടെ അതുപോലെ തന്നെ പായസം ആയിക്കോട്ടെ കംപ്ലീറ്റ് സംഭവങ്ങളും ഇവിടെ ബില്ല് ചെയ്ത് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കളക്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. ഇതെല്ലാം ഡെലിവറി ബോയ്സിൻ്റെ അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ഈ പായസം കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബൈക്കുകൾ പാർക്ക് ചെയ്തേക്കാണ്. അതോട് കയറിപ്പോകുന്ന പല ആൾക്കാർ ഈ പറയുന്ന പോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായസമൊക്കെ എന്താ പറയുക ഡെലിവറിക്കായിട്ട് വിൽക്കാനും അതുപോലെ തന്നെ വീട്ടിലത്തേക്കൊക്കെ ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് രാവിലെ ഇങ്ങ് എത്തിക്കുകയാണ്. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6:45 കേട്ടോ. ഈ സമയത്ത് അംബീസ് കിച്ചൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ അംബീസ് കിച്ചൻ്റെ സെൻട്രൽ കിച്ചണിൽ നിന്ന് അവർ പായസവും ബോളിയൊക്കെ പാക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് മണക്കാടുള്ള അവരുടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കുഞ്ഞ് ഷോപ്പിലെത്തിച്ചിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, ഈ കടയുടെ ഷട്ടർ ഇങ്ങനെ ചെറുതായിട്ട് തുറക്കി അടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കട 10 മണിക്ക് തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 9:10. ഓക്കെ, ഈ കട തുറക്കുന്നത് കാത്ത് ലൈക്ക് ഈ മണക്കാട് ജംഗ്ഷനിൽ, അതായത് ഈ ഞാൻ നിൽക്കുന്ന ഈ ലൊക്കാലിറ്റിയിലുള്ള 2-3 സൈഡിൽ ചായക്കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ കടയുടെ ഷട്ടർ എപ്പോൾ തുറക്കുമെന്ന് നോക്കിയിരിക്കാനായിട്ട് ആൾക്കാരുണ്ട്. പലരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിപ്പോൾ തുറക്കും എന്തിനല്ലേ. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഈ ബോളിയും പാൽപ്പായസമൊന്നും ഇല്ലാതെ ഒരു സദ്യ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റത്തില്ല. സദ്യ ഇറങ്ങത്തില്ല, അതാണ് സത്യം. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പിറകിൽ ഈ തിരക്കുകൾ കാണുന്നില്ലേ. ആ പാതി അടച്ചിട്ടേക്കുന്ന ഷട്ടർ ഒന്ന് ഫുള്ളായിട്ട് എന്താ പറയുക ഓപ്പണായി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ക്രൗഡ് ഫോം ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബോളിയും പാൽപ്പായസവും ട്രിവാൻഡ്രംകാർക്ക് എത്രത്തോളം ഇഷ്ടമാണ്, ഇത് എത്രത്തോളം വികാരമാണെന്നുള്ളത് നിങ്ങൾക്ക്
ലൈക്ക് ആ ഷട്ടർ ഒന്ന് ഓപ്പൺ ആവുന്ന സമയത്ത് മനസ്സിലാകും കേട്ടോ. നിങ്ങൾ ആ ക്യൂ കാണുന്നില്ലേ, എന്ത് തോന്നുന്നു? ഇതാണ് നമ്മൾ ഈ ട്രിവാൻഡ്രംകാർക്ക് ബോളിയോടും പാൽപ്പായസത്തിനോടും ഭയങ്കര വികാരമാണെന്ന് ലൈക്ക് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ലിവിങ് എക്സാമ്പിൾസാണ് ഈ ക്യൂവിൽ ഫുള്ള് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ക്യൂ, ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വരും. ഓരോ ആൾക്കാരായിട്ട് സാധനങ്ങൾ മേടിച്ച് അവരുടെ ലൈക്ക് എന്താ പറയുക സദ്യ ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. മാത്രമല്ല എനിക്കും പോകാനായിട്ട് സമയമായി. കാരണം നമ്മുടെ പായസവും ബോളിയൊക്കെ ഓൾറെഡി നമ്മുടെ കാറിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എത്തിക്കേണ്ടടുത്ത് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി എത്തിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഇവരുടെ പായസം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കാണാം. ഇത് അംബീസ് കിച്ചൻ്റെ ബോളിയാണ്. ഞാൻ ഈ സംഭവം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ബോളി മാത്രമല്ല നമ്മുടെ പായസവും ഉണ്ട്. ഇപ്പം ഞാനിത് ശരിക്കും എൻ്റെ വീട്ടിലത്തേക്ക് മാത്രമായിട്ട് മേടിച്ചതല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ കാറിൻ്റെ ഇൻസിഡൻറ്റ് വരെയും ഞാൻ താമസിച്ചിരുന്ന യഥാർത്ഥ സ്ഥലത്തു നിന്ന് ഞാൻ മാറി താമസിക്കുകയും ചെയ്തായിരുന്നു. ഒരു 3 വർഷക്കാലമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് അരുവിക്കര അഴീക്കോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ലൈക്ക് ഞാൻ ശരിക്കും എൻ്റെ വീട് ഒരു പള്ളിയുടെ പിറകിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റും ലൈക്ക് എൻ്റെ നൈബേഴ്സ് എല്ലാം മെജോറിറ്റി മുസ്ലിംസാണ്. അപ്പം ഞാനിവിടെ താമസത്തിന് വന്നതിന് ശേഷം നബിദിനം, പെരുന്നാൾ ഒക്കെ വരുന്ന സമയത്ത് ലൈക്ക് ഞാൻ ഈ ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ നിറയെ നോൺ വെജ് ഫുഡ് ഐറ്റംസ് ഇവിടെ നമ്മളെ നൈബേഴ്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റ നമ്മുടെ വീട്ടുകാർക്ക് കഴിക്കാനായിട്ട്. അപ്പം പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പം എൻ്റെ ലക്കെന്ന് വെച്ചാൽ ഈ നബിദിനം, പെരുന്നാൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം കാണും. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം നമ്മുടെ ടേബിളിൽ കാണും. അത് പല വീട്ടിൽ നിന്ന് ആയിട്ട് ഫുഡ് ഐറ്റംസ് വരും. ഫ്രിഡ്ജ് നിറയെ ഈ പറയുന്ന പോലെ അതൊക്കെ ആയിരിക്കും കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അപ്പം അവർ ഈ ഞാൻ ഇവിടെ താമസത്തിന് വന്ന ശേഷം കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവരിങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ ഒരു ലെഡ് പോലും അവർക്ക് ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ഈ ഓണത്തിൻ്റെയും അല്ലെങ്കിൽ ഈ നമ്മുടെ ഉള്ള ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തിരക്കായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്നേ വരെ അവരെ ടേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മയുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു ഓണം ഫംഗ്ഷൻ വരുമ്പോൾ ശരിക്കും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംഭവമാണല്ലോ അത്. അപ്പം എൻ്റെ നൈബേഴ്സിന് എനിക്ക് ഈ ബോളിയും പായസവും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും എന്താ പറയുക അംബീസ് കിച്ചണിലോട്ട് പോയിട്ട് ഈ ബോളി മേടിച്ചത്. അപ്പം ലൈക്ക് ബോളിയും പായസവും ഒക്കെ ലൈക്ക് ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അമ്മ എല്ലാവരെയും കൊടുക്കും. ഓക്കെ, നമുക്ക് ഇത് കഴിക്കാം. ഓക്കെ, അവരവിടെ കഴിച്ച് ഹാപ്പിയായി കാണും. ഞാൻ ഇത്തിരി അവിടെ അംബീസ് കിച്ചണിൽ നിന്നിട്ട് ഇത്തിരി ലേറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി. നമ്മൾ ഒരു തവി, വാട്ട് എ ടൈമിങ്. ഒരു ബോളിക്ക് ഒരു തവി പായസം മതി. ഈ ബോളിയിൽ ജാതിക്കയുടെ ഒരു സംഭവം ചേർക്കുന്നുണ്ട്. അത് ഏലക്കയ്ക്ക് പകരമാണ് ജാതിക്കയുടെ ഒരു സംഭവം ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോളിയുടെ ഒരു ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ആഫ്റ്റർ ബ്രത്ത് കിട്ടുന്നത് ഒരു ജാതിക്കയുടെ ഒരു സ്ലൈറ്റായിട്ടുള്ളൊരു നല്ലൊരു ആഫ്റ്റർ ടേസ്റ്റ് അല്ല, ഒരു ആഫ്റ്റർ ബ്രീത്ത് എന്ന് പറയുന്നത് ആ ഒരു മണം അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഹൈപ്പ് വരുന്നതെന്നല്ല, ഇത് പക്ഷേ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ലൈക്ക് ഒന്ന് കഴിച്ചു നോക്കുക സമാധാനമായിട്ട്. ഇങ്ങനെ എന്താ പറയുക, പായസം ബോളിയൊക്കെ ചുമ്മാ ഇരുന്ന് കഴിച്ചു നോക്കാം. നല്ല രസമാണ്. ഒരു ബോളിക്ക് ഒരു തവി പായസം, അതാണ് കണക്ക്. ഞാൻ പലരും ചെയ്യണേണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ എന്താ പറയുക, പായസം കോരിയങ്ങ് ബോളിയങ്ങ് കുളിപ്പിച്ചളയും. അങ്ങനെ വേണ്ട, ഇത് കറക്റ്റായിട്ട് ഒരു പ്രൊപ്പോർഷനിൽ നിൽക്കണം. എൻ്റെ പൊന്നോ, ഞാൻ ഒന്നാമത്തെ കാര്യം ഷുഗർ കട്ട് മാക്സിമം നോക്കുന്ന ഒരാളാണ് കേട്ടോ. ഷുഗർ കട്ടേ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു സാധനം കഴിക്കാനായിട്ട്
ഞാനത് മറക്കണം. ഈ ഷുഗർ കട്ടൊക്കെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഈ ടേസ്റ്റ്, രുചി എന്നൊക്കെ പറയുന്ന ഒരു തരം അനുഭൂതിയാണ്. നമ്മൾ എത്രയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ ലൈക്ക് മിസ് ചെയ്യില്ലും. മറ്റേ വാരിക്കോരി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കാനല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പം എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ഈ ബോളിയും പാൽപ്പായസത്തിൻ്റെ ഈ വീഡിയോയുടെ അവസാനിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മറ്റ് ജില്ലകളിലൊക്കെ ഉള്ള നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. ഇത് വെറുക്കപ്പെടുന്ന ഒരു സാധനമൊന്നുമല്ല, ഇത് ഇഷ്ടപ്പെടും. ഇത് മനസ്സിനൊരു പ്രത്യേകതരം സന്തോഷം തരുന്നൊരു സ്വീറ്റാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റേതെന്ന് പറയുന്ന, നമ്മുടെ സംസ്കാരത്തിൻ്റേതെന്ന് പറയുന്ന ഒരു ആഹാരമാണ്, ലൈക്ക് ഒരു ഡെസേർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ അംഗീകരിക്കേണ്ടതും നമ്മുടെ എന്താ പറയുക, അതിന് ലൈക്ക് ഇതിൻ്റെ ആ ഒരു സാധനത്തിന് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതൊക്കെ നമ്മുടെ കടമയാണ്. അപ്പം ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരൊന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ തിരുവോണ ദിനത്തിൽ എൻ്റെ ഈ വീഡിയോ കാണാനായിട്ട് സമയം കണ്ടെത്തിയ എൻ്റെ സുഹൃത്തുക്കളോട് ഒരു വലിയ സ്നേഹവും നന്ദിയും ഒരു വലിയ നല്ല ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഇതുപോലെ ലോങ് വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സമയം കിട്ടുന്ന പോലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ചാനൽ ഭയങ്കര ഡൗൺ ആണെന്നേ. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് 1000 പേര് കാണാനായിട്ട് കഷ്ടപ്പെടുകയാണ്. പറയുമ്പം 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. യൂട്യൂബിൻ്റെ ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസിഡറാണ്. ഷോർട്സ് ഇട്ടിട്ട് അവസാനം ലോങ് വീഡിയോസ് കയറാതായി. അപ്പം എനിക്ക് ചാനൽ തിരിച്ചതിൻ്റെ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം, അതിൻ്റെ ഒരു പ്രൈമിലോട്ട് കൊണ്ടുവരണം. നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോസ് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളുടേതായുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.